ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനൊക്കെ ചോദിക്കുന്ന മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് പറയാം. അല്ലെങ്കിൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. ഈ പ്രധാനപ്പെട്ട ആയിട്ട് ഈ ഇതിൽ വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ആൽഫബറ്റ് സീരീസ്, ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, ആൽഫ ന്യൂമറിക് സീരീസ്, അനലോളജി, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഡയറക്ഷൻ ടെസ്റ്റ്, ഇൻസേർട്ടിംഗ് മിസ്സിംഗ് നമ്പർ, then cubes and dices, then logical Venn diagrams, then problems on ages, blood and family relation, analytical reasoning, syllogism, then ranking and seating, then calendar and clock, then mirror and water images. പ്രധാനമായിട്ടുള്ളത് ഇത്രയും ടോപ്പിക്കുകളാണ്. നമ്മൾ വരുന്ന വീഡിയോകളിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇതിൻ്റെ ട്രിക്കുകളും എന്തൊക്കെ ടിപ്സാണ് നമ്മൾ നോക്കേണ്ടതെന്നും എങ്ങനെയൊക്കെ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫബറ്റ് സീരീസിനെ പറ്റിയാണ്. ആൽഫബറ്റ് സീരീസിൽ ഏതൊക്കെ തരത്തിലുള്ള ടൈപ്പുകളാണ് വരുന്നത്, ആ ടൈപ്പുകളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് അതുമായിട്ടുള്ള ട്രിക്കുകളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ആദ്യം ആൽഫബറ്റ് സീരീസിനെ പറ്റി പഠിക്കാം. ആൽഫബറ്റ് സീരീസിൽ പ്രധാനമായിട്ട് 3 ടൈപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം. ഈ 3 ടൈപ്പിനെ തന്നെ മൂന്നാമത്തെ ടൈപ്പിനെ വീണ്ടും നമുക്ക് സബ് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു അത് നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമ്മൾ എന്താണ് ആൽഫബറ്റ് സീരീസ് എന്ന് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് എന്താണ് അതിലുള്ള പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്സുകളെന്ന് നോക്കാം. അപ്പോൾ ആൽഫബറ്റ് സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ വരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വരുന്ന A to Z അതുവരെയുള്ള ആ ലെറ്റേഴ്സിനെ വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണെന്ന് പറയാം. നമ്മുടെ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള പാറ്റേണുകൾ പോലെ നമ്പർ പാറ്റേണുകളാണ് കൂടുതലും നമ്മൾ പഠിച്ചിട്ടുള്ള 1, 5, then എക്സെട്ര, then 2, 4, 6, അങ്ങനെ ഒരു ഈവൻ നമ്പറിൻ്റെ സീരീസ്, അങ്ങനെ വരുന്ന സീരീസുകൾ, അതുപോലെയുള്ള ഒരു പാറ്റേൺ ആണ് നമ്മുടെ ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത്. പിന്നെ ആൽഫബറ്റ് സീരീസിൽ പ്രധാനമായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ലെറ്റേഴ്സ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് കാണാം ഇവിടെ A മുതൽ Z വരെ. നമ്മളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ A to Z വരെയുള്ള ആ ഒരു നമ്പർ, ആ ഒരു ലെറ്റർ ഏത് നമ്പറാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് A എന്ന് പറയുന്നത് 1ാമത്തെ അക്ഷരമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ Z എന്ന് പറയുന്നത് 26ാമത്തെ അവസാനത്തെ ലെറ്റർ ആണെന്ന് നമുക്കറിയാം. അതൊരു ഓർഡർ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുന്നത്, എല്ലാം നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഓർമ്മ കിട്ടുമെന്ന് വരില്ല. അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാനിപ്പോൾ നോക്കി വെച്ചിരിക്കുന്ന 1 ഏതാണെന്ന് നോക്കി വെച്ചിട്ടുണ്ട്, A. അതുപോലെ 5 നോക്കിയിട്ടുണ്ട്, E. then 10 നോക്കിയിട്ടുണ്ട്, J ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. 5ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്ന പോലെ 5, 10, 15, 20, 25 or 26 അങ്ങനെ പഠിച്ചു വയ്ക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് നമുക്ക് അത് ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ട്രിക്ക് എടുത്തിട്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അസെൻഡിങ് ഓർഡറിൽ ഉള്ള നമ്പർ പഠിക്കുന്നത് പോലെ തന്നെ തിരിച്ച് അതിനെ റിവേഴ്സ് ചെയ്തിട്ടുള്ളതും കൂടെ പഠിക്കണം. റിവേഴ്സ് ചെയ്യുക മീനിങ്സ് നമ്മുടെ ഇവിടെ നമ്മുടെ Z 26 എന്ന് പറയുന്നത് പോലെ തന്നെ Z-നെ നമ്മൾ 1 എന്ന രീതിയിലും പഠിക്കണം. Z എന്ന് പറയുന്നത് 1 ആണെന്നും കൂടി മനസ്സിലാക്കുക. Z-ന് ഒരു ചിലപ്പോൾ സീരീസ് തിരിച്ചു വരുന്ന സമയത്ത്, റിവേഴ്സ് ചെയ്ത് വരുന്ന സമയത്താണെങ്കിൽ Z എന്ന് പറയുന്നത് 1 ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ A നമ്മൾ 26 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് ബേസ് ആയിട്ടുള്ള റൂള് എന്ന് നമുക്കിതിൽ പറയാൻ പറ്റുന്നത്. ഈ സീരീസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് ആൽഫബറ്റ് സീരീസിൽ ശ്രദ്ധിക്കാനുള്ള കുറച്ച് ടിപ്സാണ്. ടിപ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ആൽഫബറ്റ് സീരീസിൽ എന്തൊക്കെ ആയിരിക്കും ഒരു ഫോളോ ചെയ്യുന്ന റൂളുകൾ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് സീരീസ് വരുന്നത്. അപ്പം നമ്മുടെ സീരീസ് വരുന്നത് നമ്മൾ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷൻ, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ആയിട്ടായിരിക്കും വരുന്നത് സീരീസ്. അല്ലെങ്കിൽ വരുന്നത് ഈ അഡീഷനും സബ്ട്രാക്ഷനും അത് അഡീഷൻ ചെയ്യുന്ന സാധാരണ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ 2 വെച്ച് കൂടി പോകുന്ന ഒരു സീരീസ് ആകാം. ചിലപ്പോൾ ഈ 2 കൂടുന്നതിന് പകരം തന്നെ അവിടെ ഓഡ് നമ്പേഴ്സ് കൂടുന്നതാകാം. അതായത് ആദ്യത്തെ സീരീസിൽ എന്ന് പറയുന്നത് 1 കൂടി, അടുത്ത 3 കൂടി, അടുത്ത 5 കൂടി, അങ്ങനെ പോകുന്ന സീരീസ് കാണും. പിന്നെ അതുപോലെ തന്നെ പ്രൈം നമ്പേഴ്സ് മാത്രം ആഡോ സബ്ട്രാക്റ്റോ ഒരുപക്ഷെ മൾട്ടിപ്പിൾ ചെയ്യുന്നു വരുന്നതും കാണാം.
പിന്നെ ഈവൻ നമ്പേഴ്സ്, ഈ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നമ്പർ എടുക്കുന്നു, ആ സെലക്റ്റീവ് ആയിട്ടുള്ള നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്ത് പോകുന്നതും കാണാൻ കഴിയുന്നതാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, പ്രധാനമായിട്ട് നമുക്ക് എന്താണ് 3 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു കാറ്റഗറൈസ് ചെയ്തത്, ഞാനൊന്ന് കാറ്റഗറൈസ് ചെയ്തതാണ്, എനിക്ക് പെട്ടെന്നൊന്ന് പഠിച്ചെടുക്കാനും പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിൽ ഞാൻ ചെയ്തതാണ് കാറ്റഗറൈസ് ചെയ്തത്. അതായത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലെറ്റർ മാത്രമായിരിക്കും ആ സീരീസിൽ ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം സ്ക്രീനിൽ നമുക്ക് കാണാവുന്നതാണ്, ഒരു ലെറ്റർ മാത്രമാണ് ഈ സീരീസ് വരുന്നത്. അതായത് JNRV അടുത്തത് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ആ സീരീസിൽ എങ്ങനെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്ത് റൂളാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ വരുന്നത് നമ്മുടെ ജെ ആണ്. ഇവിടെ കാണാം, ജെ ആണ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ജെ ആണ്. അത് കഴിഞ്ഞ് വരുന്നത് N ആണ്. അത് കഴിഞ്ഞ് വരുന്നത് R, ദെൻ V ആണ് വരുന്നത്. അതായത് നമ്മുടെ ഒന്നിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഓരോതിൻ്റെയും ഇതറിയുക, ഓരോ നമ്പറിൻ്റെയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പ്ലേസ് അറിഞ്ഞിരിക്കണം. ജെ എന്ന് പറയുന്നത് 10 ആണ്, നമുക്കറിയാം. അടുത്ത N എന്ന് പറയുന്നത് നമുക്കറിയാം, N എന്ന് പറയുന്നത് 14 ആണ്. R എന്ന് പറയുന്നത് 18 ആണ്. അടുത്ത V എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സീരീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10നോട് 4 കൂടി അടുത്തത് നോക്കുമ്പോൾ 14നോട് തന്നെ 18 ആണ്. അപ്പോൾ 18 വീണ്ടും 4 കൂടുന്നു. 18നോട് 4 കൂട്ടിയപ്പോൾ 22, അടുത്തത് കിട്ടി. അതുപോലെ തന്നെ 22നോട് നമ്മൾ 4 കൂടെ കൂട്ടുമ്പോൾ 26. അതായത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ Z ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിട്ടുള്ള അഡീഷനാണ് വരുന്നത്. അത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. അതായത് ഇവിടെ 4+4 ആയിട്ടാണ് ഇവിടെ പോകുന്നത്. ഇവിടെ പ്രധാനമായിട്ട് പറയാൻ നമുക്ക് കഴിയുന്നത് ഇവിടെ പ്രധാനമായിട്ട് +4, ഇവിടെ 4 കൂടി പോകുന്ന ഒരു സീരീസാണ്. 4 കൂടി പോകുന്ന സീരീസ് ആണെന്ന് നമുക്ക് പറയാം. 4 കൂടി പോകുന്ന സീരീസ് ആണ്. ഇനി അടുത്തൊരു സീരീസ് നോക്കുകയാണെങ്കിൽ CDGL ആണ്. CDGL വരുന്നത് എന്ന് പറയുന്നത് C എന്ന നമ്പറിൻ്റെ പ്ലേസ് നോക്കുക. അവിടെ സിയുടെ നമ്പറിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് C ഡിനോട്ട് ചെയ്യുന്നത് C3 ആണ്. അടുത്ത നോക്കുമ്പോൾ D ആണ്. D എന്ന് പറയുന്നത് 4 ആണ്. D4 ആണ്. അടുത്തത് G ആണ്. G എന്ന് പറയുന്നത് 7 ആണ്. അടുത്തത് L ആണ്. L എന്ന് പറയുന്നത് 12. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3നോട് 1 കൂടിയിട്ടുണ്ട്. 3നോട് 1 കൂടി. ആ 1നോട് അടുത്ത കൂടിയിരിക്കുന്നത് ഇവിടെ 3നോട് 1 കൂടിയിട്ടുണ്ട്. അങ്ങനെ 4ആയി. 4നോട് 3 കൂടിയപ്പോൾ 7ആയി. 7നോട് 5 കൂടിയപ്പോൾ 12ആയി. അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ ഒരു സീരീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1, 3, 5, 7. ഞാൻ പറഞ്ഞു ഇവിടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഓഡ് നമ്പറിൻ്റെ സീരീസ് ആണ്. ഓഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ 12നോട് അടുത്ത സംഖ്യ കൂട്ടേണ്ടത് 7 ആണ്. അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 കൂട്ടുക. 7 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19 എന്ന് പറയും. അതായത് 19ാമത്തെ ലെറ്റർ നോക്കും. അതായത് 7 കൂട്ടുന്നു. 7 കൂട്ടുമ്പോൾ 19 വരും. 19ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് S ആണ്. സോ നമ്മുടെ ഓപ്ഷനിൽ S ഉണ്ട്. S ആണ് ആൻസർ എന്ന് പറയുന്നത്. S ആണ് ഇവിടുത്തെ ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ഇവിടുത്തെ ഉത്തരം S ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ടൈപ്പ് മാത്രമേ നോക്കാൻ കഴിയുള്ളൂ. കാരണം ഇത്തിരി ലെങ്തി ആകും. കാരണം കൂടുതൽ എക്സാമ്പിൾസും അതുപോലെ തന്നെ നമ്മുടെ കൂടുതലായിട്ടുള്ള സീരീസ് നോക്കുന്നതുകൊണ്ട് ഇത്തിരി ലെങ്തി ആയിപ്പോകും. സോ നമ്മുടെ ഒരു ടൈപ്പ് മാത്രമായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അതായത് A, C, F, R, J, ഡാഷ്. അതായത് നമുക്കിവിടെ A അറിയാം. എയുടെ സ്ഥാനം എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. അടുത്ത C എന്ന് പറയാം. C എന്ന് പറയുന്നത് 3 ആണെന്നറിയാം.
എഫ് നോക്കുകയാണെങ്കിൽ എഫിൻ്റെ സ്ഥാനം എഫിൻ്റെ സ്ഥാനം നമുക്ക് 6 എന്ന് പറയാം. ദെൻ ആറാണ് അടുത്ത് വരുന്നത്. 6 എന്ന് പറയുന്നത് 18 ആണ്. 6 എന്ന് പറയുന്നത് 18 ആണ്. ദെൻ അടുത്ത് വരുന്നത് ജെ ആണ്. ജെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ 10 എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞു അല്ലേ, 10 എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അപ്പോഴേ ഒരു കാര്യം വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഒരു സീരീസ് വരുമ്പോൾ അതിൽ ലെറ്റേഴ്സ് നോക്കുമ്പോൾ ഒരു ഇൻക്രീസിങ് ആയിട്ട്, അതായത് ഒരു അസെൻഡിങ് ഓർഡറിലേക്ക് ലെറ്റേഴ്സ് പോവുകയാണ്. അതായത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. എ സി ഇ ആർ അടുത്ത് ജെയിലേക്ക് വരുന്നു. ആ സമയത്ത് നമ്മൾ ഈ ജെയുടെ പ്ലേസ് ഒരിക്കലും സാധാരണ ജെയുടെ പ്ലേസ് വരുന്നത് സാധാരണ നമ്മൾ ഓർഡറിൽ വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചത് 10 എന്നാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ജെയുടെ പ്ലേസ് 10 എടുക്കാൻ കഴിയില്ല. സോ നമ്മൾ എടുക്കാളെന്ന് വെച്ചാൽ ഒരു സീരീസ് കംപ്ലീറ്റ് ആയി, അതായത് ഒരു സീരീസിൽ വരുന്ന ആൽഫബറ്റ്സ് ആദ്യം ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞെന്ന് വിചാരിക്കുക. അതായത് ഇസഡ് വരെ ആയി, ഇസഡ് കഴിഞ്ഞിട്ട് വരുന്ന ജെ ആണ് അവിടെ വരുന്നത്. അതായത് 6 കഴിഞ്ഞു ജെ വരുമ്പോൾ അതിനർത്ഥം ഇതിന് മുമ്പും ഇതേ ഡിഫറൻസ്, അതായത് ഇതിന് മുമ്പും ഇപ്പം എന്താണ് എ സി കഴിഞ്ഞ് എ സി അടുത്ത് എഫ്, അത് കൂടി പോകുന്നു. അവിടെ കുറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ സീരീസ്, ഇവിടെയും അതൊരു മിസ്റ്റേക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്കത് പറയാം എന്താണ്, ഒരു റൗണ്ട് കഴിഞ്ഞു, എ ടു ഇസഡ് വരെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ജെ ആവർത്തിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ജെയെ എന്ത് ചെയ്യുക, 26ൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് 26നോട് 10 കൂട്ടിയതായിരിക്കണം. അതായത് ജെയുടെ സ്ഥാനം 10 ആണ്, 26 ഇസഡ് ആണ്, ഇസഡ് കഴിഞ്ഞ് 10, അതായത് 36ാമത്തെ നമ്പറാണ് ജെ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു നോട്ട്, ഈ കീ നോട്ട് ഞാൻ അവിടെ വിട്ടുപോയി. സോ അതൊന്ന് റിമെമ്പർ ചെയ്യുക, ഈ ഒരു കീ നോട്ടും കൂടെ ഓർമ്മിച്ച് വയ്ക്കുക. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1, 3, 6, 18, 36. നമ്മൾ ആദ്യത്തെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 3 ഒരു കോൺസിക്യൂട്ടീവ് അല്ല. 6ൻ്റെ എടുത്ത് നോക്കുക, അപ്പോൾ പറയുന്നത് 6ൻ്റെ ആയാലും 3 വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക, വേറെ എന്തോ ഒരു ട്രിക്ക് ആപ്ലിക്കബിൾ ആണ്. അതായത് അഡീഷനോ ഒന്നുമല്ല, അഡീഷൻ ആണെങ്കിൽ പോലും 1 അപ്പോൾ 2 കൂടി, 2നോട് 3 കൂടി, 3നോട് 12 കൂടി, അതൊരിക്കലും സാധ്യതയില്ല, അങ്ങനെ വരില്ല. അപ്പോൾ വേറെ എന്തോ ഒരു ഇത് നമ്മളിവിടെ ആപ്ലിക്കബിൾ ആണ്, വേറെ എന്തോ സംതിങ് എന്തോ ഒരു സംഭവം വരികയാണ്. അതായത് നമുക്ക് ഒന്നാമത് കഴിഞ്ഞു, എന്താണ് പറഞ്ഞു, അഡീഷൻ എടുത്തു, സബ്ട്രാക്ഷൻ വരില്ല. ദെൻ മൾട്ടിപ്ലിക്ക് എടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 1നോട് എന്തോ ഇൻറ്റു ചെയ്തപ്പോൾ 3 കിട്ടി. 1നോട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു 3 ആണ്, ഇൻറ്റു 3, 1 ഇൻറ്റു 3 ആണ്, 1 ഇൻറ്റു 3 ആണ് എന്ത് പറയാം, 3 എന്ന് പറയും. അടുത്ത വരുന്ന അങ്ങനെ എഴുതപ്പോൾ നമുക്ക് 3യുടെ പ്ലേസ് കിട്ടി, അതായത് സി. അടുത്ത സി എന്ന് പറയുന്നത് 3 ആണ്, ആ 3ൻ്റോട് എന്തോ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടിയെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 2 ആണ് 6 എന്ന് പറയാം. 3 ഇൻറ്റു 2 6, അതായത് 6ൻ്റെ പ്ലേസ് വരുന്നു, ദാറ്റ് ഈസ് എഫ് എന്ന് നമുക്ക് പറയാം. അടുത്ത എഫ് കഴിഞ്ഞ് വരുന്നത് എഫിനോട് എഫ് കിട്ടി, എഫ് എന്ന് പറയുന്ന 6 ആണ്, 6നോട് എന്തോ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 18ാമത്തെ നമ്പറായിട്ടുള്ള 6 കിട്ടി. 6 6നോട് ഇൻറ്റു ചെയ്തു, 6നോട് അവിടെ ഇൻറ്റു ചെയ്ത് 6 ഇൻറ്റു 3 ആണ്, 6 ഇൻറ്റു 3 ആണ്, 6 ഇൻറ്റു 3 18 കിട്ടി. അടുത്ത 18 കിട്ടിയപ്പോൾ 18 എന്ന് പറയുന്ന 6 ആണ്, ആ ഇംഗ്ലീഷ് ലെറ്റർ 6നോട് നമ്മൾ അടുത്ത ഒരു എന്തോ ഒരു നമ്പർ കിട്ടുന്നത് ജെ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ 18 ഇൻറ്റു 2 ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു സീരീസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന അരിത്തമാറ്റിക് ഓപ്പറേഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതായത് ഫസ്റ്റ് 3 ഇൻറ്റു ചെയ്തു, ദെൻ 2 ഇൻറ്റു ചെയ്തു, ദെൻ 3 ഇൻറ്റു ചെയ്തു, ദെൻ 2 ഇൻറ്റു ചെയ്തു. അടുത്ത് നമ്മുടെ ഈ സീരീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവിടെ എന്തായിട്ട് ചെയ്യണം, 3 ആയിരിക്കണം ഇൻറ്റു ചെയ്യാനുള്ളത്. 3 ഇൻറ്റു ചെയ്യാൻ മീനിങ്സ് ദാറ്റ് ഈസ് 6 ഇൻറ്റു 3, ദാറ്റ് ഈസ് 108. 108, അതായത് 108 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ 108 എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് നമുക്ക് തോന്നും, അപ്പോൾ ഈ ഭയങ്കര ടഫായിട്ടൊന്നും ഇത് അങ്ങനെ എക്സ്പെക്ട് ചെയ്യേണ്ട, നമുക്ക് എളുപ്പത്തിൽ ആക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ 26 വരെയാണ് ഞാൻ പറഞ്ഞു 26 എന്ന് പറയുന്നത് ഇസഡ് ആണ്. അപ്പോൾ 26ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം തന്നെ ഇസഡ് ആയിരിക്കും എന്നൊരു കൺസിഡർ ചെയ്താൽ, ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ആൻസറിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ 26 എന്ന് പറയുന്ന ഒരു ഇസഡ് ആണ്. 26 ഇസഡ് ആണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ ആകുന്ന 52, 26ന് മൾട്ടിപ്പിൾ ആകുന്ന 52 എന്തായിരിക്കും, ഇസഡ് ആയിരിക്കും. അടുത്ത് വരുന്ന 78 അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ 104 അടുത്ത മൾട്ടിപ്പിൾ ആകുന്ന 104 എന്തായിരിക്കും, ഇസഡ് ആയിരിക്കും. സോ 104 ഇസഡ് ആണെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാൻ മതി? നമ്മുടെ ഏകദേശം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. 108 നമ്മുടെ നമ്പർ. ഇസഡിനോട് 4 ആഡ് ചെയ്തപ്പോഴാണ് 108. അതിൻ്റെ ഒരു ലോജിക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ ആൻസർ ഈസ് ഡി. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആൻസർ ദാറ്റ് ഈസ് ഇസഡ് പ്ലസ് 4. ഇസഡ് എന്ന് പറയുന്നത് 104 എന്ന് പറയുന്നത് ഇസഡ് ആണ്. ആ ഇസഡിനോട് 4 ആഡ് ചെയ്തപ്പോൾ ഡി കിട്ടി. അതായത് ഇവിടെ 108 കാണാൻ വേണ്ടി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 108 ആണ്. 108. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഡി. ആൻസർ ഈസ് ഡി. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ബി ഇ ജെ ക്യു ബി. ഇത് മറ്റൊരു സീരീസ് ആണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. ബി എന്ന് പറയുന്നത് 2 ആണ്. ബി എന്ന് പറയുന്നത് 2 ആണ്. അടുത്ത വരുന്നത് ഇ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചു വെച്ചതാണ്. ഇ എന്ന് പറയുന്നത് 5 ആണ്. അടുത്ത വരുന്നത് ജെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു 10. ദെൻ ക്യു എന്ന് പറയുന്നത് 17 ആണ്. അടുത്തത് ബി ഞാൻ പറഞ്ഞു നേരത്തെ അതേ ഫോളോ ചെയ്യുക. വീണ്ടും 2 എന്ന് എഴുതരുത്. അവിടെ ക്യൂ കഴിഞ്ഞടുത്ത് വരുന്ന ബി ആണ്. ബി വീണ്ടും 2 എന്ന് എടുക്കരുത്. എന്തെടുക്കുക? നമ്മുടെ തുടർച്ചയായിട്ടുള്ള നമ്പർ എടുക്കുക. 26ന് ശേഷം വരുന്നത്, അതായത് 28 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് സീരീസ് നോക്കാം. 2, 5, 10, 17, 18. 2വിനോട് എത്രയോ ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി. ദാറ്റ് ഈസ് 2വിനോട് +3. 2വിനോട് +3 കിട്ടിയപ്പോൾ +3 കിട്ടിയപ്പോൾ 5 കിട്ടി, അതായത് ഇ കിട്ടി. ഇനോട് +5 കൊടുത്തപ്പോൾ 10 കിട്ടി. ദെൻ 10നോട് +7 കൊടുത്തപ്പോൾ നമുക്ക് എന്തു കിട്ടി? +7 കൊടുത്തപ്പോൾ നമ്മുടെ ക്യൂ കിട്ടി. ക്യൂവിനോട് എത്രയോ ഒരു സംഖ്യ നമ്മൾ കൂട്ടിയപ്പോൾ അടുത്ത നമ്പർ കിട്ടി. ദാറ്റ് ഈസ് ക്യൂ +11. ക്യൂവിനോട് നമ്മൾ 11 കൂട്ടി. ദാറ്റ് ഈസ് 17 + 11 = 28 എന്ന് പറയുന്നത് ബി കിട്ടി. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 3, 5, 7, 8, 9. സോറി 9 നോ, 9 ഈസ് നോട്ട് ദെയർ. 11. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം ഇതൊരിക്കലും ഒരു ഓഡ് നമ്പർ ആയിരിക്കില്ല. ദാറ്റ് ഈസ് ഓഡ് നമ്പർ ആണെങ്കിൽ 1ൽ തന്നെ തുടങ്ങണമെന്നില്ല. നമ്മുടെ ബാക്കി വരുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഓഡ് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. 1ൽ തന്നെ തുടങ്ങിയാലേ അത് ഓഡ് നമ്പർ ആവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ പക്ഷേ ഓഡ് നമ്പർ അല്ല. കാരണം 3, 5, 7 കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്നില്ല. 9 അവിടെ പെൻഡിങ് ആണ്, അവിടെ ഇല്ല. പിന്നെ വരുന്നത് 11 ആണ്. സോ 9 മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം ഇത് ഓഡ് നമ്പർ അല്ല. അടുത്ത സീരീസ് എടുക്കുക. ദാറ്റ് ഈസ് തന്നെ പ്രൈം നമ്പർ. പ്രൈം നമ്പർ ആണ് 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ. 3, 5, 7. അടുത്ത ഒരു പ്രൈം നമ്പർ ആയിരിക്കും, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ ആഡ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ സമ്മേഷൻ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ 11 കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ അവിടെ ആഡ് ചെയ്യാനുള്ളത് 13 ആണ്. സോ 28 + 13 ദാറ്റ് ഈസ് 41th item. 41th item, that is O. O is the answer. Okay, so അതായത് 28th ആൻസർ ആണ്. 28th നമ്മൾ 13 കൂട്ടി. ദാറ്റ് ഈസ് 41th ടേം. 41ാമത്തെ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയാൻ പറ്റും ലെറ്റർ. സോ ദ ആൻസർ ഈസ് വാട്ട്? യെസ്, സോ ദ ആൻസർ ഈസ് O. നമ്മുടെ ആൻസർ O ആണ്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ വരുന്നത് ADJS. സോ എ എന്ന് പറയുന്നത് 1 ആണെന്നറിയാം, ഡി എന്ന് പറയുന്നത് 4 ആണെന്നറിയാം, ജെ എന്ന് പറയുന്നത് 10 ആണെന്നറിയാം, ആൻഡ് എസ് എന്ന് പറയുന്നത് 19 ആണെന്നും അറിയാം. ഇനി അടുത്ത ഏതെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 1നോട് ദാറ്റ് ഈസ് എ ആൻഡ് ഡി ഡിഫറൻസ് ഈസ് +3. Then D and J, that is 10 plus dash is equal to 10, that is 6. 4നോട് 6 കൂട്ടി അപ്പോൾ 10 കിട്ടി. ദെൻ അടുത്ത 10നോട് ജെ ആണ്, ജെയോട് എന്തോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് കിട്ടി, ദാറ്റ് ഈസ് 9. ഹിയർ വി ക്യാൻ സീ ദാറ്റ് എന്താണ് 3നോട് 3, 6, 9 അടുത്ത ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ നമുക്ക് പറയാൻ പറ്റും. 3യുടെ മൾട്ടിപ്പിൾസ് ആണ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്നത് പറയല്ല. 3യുടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾസിനെയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 3 + 6 +
9 plus then next number will be 12. That is 19നോട് 12 കൂട്ടുമ്പോൾ 31th ടേം, 31ാമത്തെ ടേം, അതായത് ഇ എന്ന് ഉത്തരം കിട്ടും. സോ ദ ആൻസർ ഈസ് ഇ ആണ്. 31th എന്ന് പറയുന്നത് ഇ. സോ ദ ആൻസർ ഈസ് ഇ ആണ് ആൻസർ. അടുത്ത നമ്മുടെ വീണ്ടും അടുത്തതിലേക്ക് കിടക്കാം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ചോദ്യം 6. ഈ ടൈപ്പിലെ അവസാനത്തെ ചോദ്യമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇതോടെ ആകുമ്പോൾ ഏകദേശമുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള റൂൾസുകൾ ഫോളോ ചെയ്യുന്ന എല്ലാം തന്നെ വരുന്നതാണ്. ഇതല്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ സീരീസ് ആണ്. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷനോ പ്രൈം നമ്പേഴ്സോ ഈവൻ നമ്പേഴ്സ് ഒരു ഓഡ് നമ്പർ മൾട്ടിപ്പിൾസ് ഒന്നും തന്നെ ഫോളോ ചെയ്യാത്ത മറ്റൊരു തരത്തിലുള്ള ഒരു സീരീസ് ആണ്. സംതിങ് കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. ദാറ്റ് ഈസ് UIAOE. ഫ്രം ദീസ് ഈ സീരീസിൽ നമ്മൾ നോക്കുമ്പോൾ അടുത്ത ഓപ്ഷൻ ഉണ്ടതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഓപ്ഷനിലും ഈ തന്നിരിക്കുന്ന 5 ടേമുകൾ, ഈ തന്നിരിക്കുന്ന നമ്മുടെ സീരീസിലുള്ളതിലുള്ള 4 ടേമുകളാണ് ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 4 ടേമിൽ ഒന്നാമത്തെ കാര്യം നോക്കുമ്പോൾ ഒരു ഇതൊരു റൂള് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് ഒരു പ്രത്യേകത. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേഷൻ പ്രകാരമുള്ള ഒരു റൂൾസ് നമുക്കിവിടെ കഴിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാനുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യെസ്, ദർ ഈസ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? വവൽസ് ആൻഡ് കോൺസണൻറ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ വവൽസിൻ്റെ ഇതായിരിക്കും ഇവിടെ വരുന്ന എന്താണ്? യെസ്, വവൽസ് ആണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. യെസ്, എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, യു ഉണ്ട്. സോ 5 ലെറ്റേഴ്സ് ആണുള്ളത്. ആ 5 ലെറ്റേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ആക്ച്വലി യു എന്ന് പറയുന്നത് ലാസ്റ്റ് ലെറ്റർ ആണ്. വവൽസിന് വരുമ്പോൾ ലാസ്റ്റ് ലെറ്റർ ആണ്, അവസാനത്തെ ലെറ്റർ ആണ്. സോ ഞാൻ ആദ്യമേ പറഞ്ഞു റിവേഴ്സ് ആൽഫബറ്റും വരാറുണ്ട്. ഹിയർ ഒരു റിവേഴ്സ് സീരീസ് ആണ്. യു ഉണ്ട്. യു കഴിഞ്ഞ് അല്ലെങ്കിൽ റിവേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ നിന്ന് വരുന്ന പോലെയാണെങ്കിൽ റിവേഴ്സിൽ നിന്ന് വരികയാണെങ്കിൽ യു കഴിഞ്ഞ് അടുത്ത് അവിടെ വരാനുള്ളത് ഒ ആയിരുന്നു. ബട്ട് ഒ ഈസ് മിസ്സിങ്. ഒ കഴിഞ്ഞ് അടുത്ത നോക്കുമ്പോൾ ഐ. ഇസ് ഇറ്റ് റൈറ്റ്? പക്ഷെ ഐ കഴിഞ്ഞ് അടുത്ത ആൾ വരാനുള്ളതെന്ന് വെച്ചാൽ ഇ ആയിരുന്നു. ഇ ഈസ് ഓൾസോ മിസ്സിങ്. ഇയും മിസ്സിങ് ആണ്. വവൽസിന്റെ പ്രകാരം ബാക്കിൽ നിന്ന് റിവേഴ്സിൽ നിന്നാണ് അവർ സീരീസ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് യു, ഒ വരണം. ഒ പെൻഡിങ്, ഒ ഇട്ടില്ല. യോ അതിൽ നിന്നും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിന് പകരം ഐ ചേർത്തിട്ടുണ്ട്, നെക്സ്റ്റ് ആയിട്ടുള്ളതുണ്ട്. അടുത്ത് നോക്കുമ്പോൾ എന്താണ്? ഇ മിസ്സിങ് ആണ്. അടുത്തുണ്ട് ബട്ട് എന്താണ്? എ ഉണ്ട്. എ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുമ്പോൾ ആരെ വേണം? യു വേണം. പക്ഷെ യു ഇവിടെ ഇല്ല. കാരണം എ കഴിഞ്ഞ് അടുത്ത വെബലായിട്ട് വരുന്നത് റിവേഴ്സ് ഓർഡർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമുക്ക് യു ആണ്. യു പക്ഷെ ഇവിടെ ഇല്ല. യുവിന് പകരം അടുത്ത ആളെ ചേർത്തിട്ടുണ്ട്, അതായത് ഒ ചേർത്തിട്ടുണ്ട്. ദെൻ അടുത്ത് നോക്കുമ്പോൾ ഒ ഇല്ല. ഒ തന്നിട്ടുണ്ട്. ഒ കഴിഞ്ഞ് അടുത്ത ആൾ വരാനുള്ളത് ഐ ആണ്. ഐ ഈസ് നോട്ട് ദെയർ. ഐയും അവിടെ മിസ്സിങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഐ കഴിഞ്ഞ് അടുത്ത ഇ തന്നിട്ടുണ്ട്. ഇ കഴിഞ്ഞ് നമുക്ക് അടുത്ത് എഴുതാനുള്ള എ ആണ്. എ ഈസ് മിസ്സിങ്. എ മിസ്സിങ് ആകണം. മിസ്സിങ് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ. സോ ദ ആൻസർ വിൽ ബി, നമ്മൾ മുകളിൽ വരുമ്പോൾ ആ സീരീസിൽ വരുമ്പോൾ ആൻസർ കഴിഞ്ഞ് എ കഴിഞ്ഞ് വരുന്ന, അതായത് യു വിൽ ബി ദ ആൻസർ. യു ആണ് ആൻസർ. സോ ആൻസർ എന്ന് പറയുന്നത് യു. ഓക്കെ, യു ആണ് ആൻസർ. ഇത്രയും ആയപ്പോഴാണ് നമ്മുടെ സീരീസ് കംപ്ലീറ്റ്, അതായത് ഈ ടൈപ്പ് 1 വരുന്ന സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ